10 വർഷത്തിന് ശേഷമാണ് UDF ഒരു അധികാരം കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരുപാട് പ്രഗത്ഭരായ മന്ത്രിമാരുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, നമ്മുടെ കെ മുരളീധരനുണ്ട്. എത്ര തിരക്കുള്ള സമയത്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്ത് കാര്യമുണ്ട് എന്നുള്ളതൊന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിൽ തന്നെ അദ്ദേഹം നമ്മളോടൊത്ത് ഒരു അനുകരണ കാണിക്കുന്നല്ലോ എന്നുള്ള ഒരു കാര്യം ബാക്കിയുള്ളവര് ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. സോണി കല്ലറയ്ക്കൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രി ആരാണ്? വളരെ 10 വർഷത്തിന് ശേഷമാണ് UDF ഒരു അധികാരം കിട്ടുന്നത്. VD സതീശന്റെ നേതൃത്വത്തിൽ ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരുപാട് പ്രഗത്ഭരായ മന്ത്രിമാരുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, നമ്മുടെ കെ മുരളീധരനുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും തന്നെ PC വിഷ്ണുനാഥ് ഉണ്ട്, OJ ജനീഷ് ഉണ്ട്, ഘടകകക്ഷികളാണ് PK കുഞ്ഞാലിക്കുട്ടി സാറുണ്ട്, സാഹിബ് ഉണ്ട്, മോഹൻ സാറുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ മികച്ച മന്ത്രിമാർ തന്നെ പറയാൻ സാധിക്കും. എന്നാലും നമ്മളിപ്പോ ഒരു മാസം നമ്മൾ കഴിയുമ്പോൾ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രി ആരെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി, വിജിലൻസ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയെ കുറിച്ച് തന്നെയാണ്. കാരണം അദ്ദേഹം നമ്മൾ ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ അദ്ദേഹത്തിന്റെ പേര് വരുമ്പോൾ പോലും ജനങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്പാർക്ക്, അദ്ദേഹത്തിന്റെ തീവ്രത, അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യനാണെന്നുള്ള ഒരു വികാരം ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അത് സത്യമല്ലേ? ഇപ്പം എന്താണ് തിരിച്ചറിഞ്ഞത്? ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെ ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഇപ്പം മലയാളി സമൂഹം മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പൊ മോഹൻലാൽ പോലും, നമ്മുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ പോലും അതിന് പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നു. കാരണം ഒരു കാലഘട്ടം മുഴുവൻ ഇവിടുത്തെ രക്ഷിതാക്കള്, മാതാപിതാക്കൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ വരണമെന്നുള്ളത്. അതായത് അധ്യാപകർ, സ്കൂളിലെ അധ്യാപകരാണെങ്കിലും ഇന്ന് ധാരാളം പേര് കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന് ഏറ്റവും വലിയൊരു സാഹചര്യം ഒരുങ്ങുന്നത് ഈ പറഞ്ഞ ലഹരിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ ശേഷം അദ്ദേഹം ഇതിനെതിരെ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടിരിക്കുകയും ഏതൊരു മേഖലയും കടന്നു ചെന്ന് ഇതിനെതിരെ നടപടിയെടുക്കുകയും അതിന് ക്രിമിനലായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംവിധാനം ഇപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹം ഒന്നടങ്കം വളരെ സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ. ശരിയല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ രമേശ് ചെന്നിത്തലയെ പറ്റി സംസാരിക്കും. നിങ്ങളൊക്കെ പഴയ കാലത്തുള്ള പ്രവർത്തകരാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകത നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം മുത്തുസ്വാമിയൊക്കെ വളരെ ചെറുപ്പകാലം തൊട്ട് KS യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചു വരുന്നതാണ്. അദ്ദേഹമായിട്ട് വളരെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു സംഭവത്തിന് തയ്യാറായത്. എന്താണ് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ പറയും പോലെ അദ്ദേഹത്തെ ഈ മന്ത്രിസഭയിൽ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എന്റെ വട്ടിയൂർക്കാവ് ബ്ലോക്കിലെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അന്ന് തൊട്ട് ഇന്ന് വരെയും അദ്ദേഹം MP ആയി. അദ്ദേഹം MP ആയപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നാന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലുള്ളെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു, അവിടെ കണ്ടു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അത് തൊട്ട് ഇന്ന് വരെയും അദ്ദേഹവുമായി നല്ല ഒരു ബന്ധത്തിലാണ്. എത്ര തിരക്കുള്ള സമയത്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്ത് കാര്യമുണ്ട് എന്നുള്ളതൊന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിൽ തന്നെ അദ്ദേഹം നമ്മളോടൊത്ത് ഒരു അനുകരണ കാണിക്കുന്നല്ലോ എന്നുള്ള ഒരു കാര്യം ബാക്കിയുള്ളവര് ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അമ്മമാര് വിഷമിക്കുകയും ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു സാഹചര്യം ഈ തൂഫാൻ സംഭവം പോലെ തന്നെ ഈ വട്ടിപ്പലിശയ്ക്ക് ആളുകൾ വാങ്ങി അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം കുബേര എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ
അത് നിശേഷണം അതിലെ കാര്യം, ഇതിന്റെ കുറ്റവാളികളെ കാര്യം, ഇങ്ങനെ കൊള്ളപ്പലിശ വാങ്ങുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചു, അവരുടെ പേരിൽ നടപടിയെടുക്കുകയും അങ്ങനെ ഇത് തുടർന്ന് വന്നപ്പോൾ എല്ലാവരും കൊടുത്ത കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറുകയും ചെയ്തു. അത് ഈ കേരളത്തിലെ അമ്മമാരോട് കാണിച്ച ഏറ്റവും വലിയ ഒരു അനുകരണമാണ്. അങ്ങനെ അദ്ദേഹം AICCയുടെ സെക്രട്ടറിയായി ഡൽഹിയിലിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം അവിടെ AICC സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് ശ്രീ AK ആന്റണി സാർ എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഈ പാർട്ടി കുറച്ചുകൂടെ ശക്തിപ്പെടണമെങ്കിൽ രമേശ് ഡൽഹിയിൽ ഇരുന്നാൽ പറ്റൂല, കേരളത്തിൽ വരണം, കേരളത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് AK ആന്റണി സാറാണ് രമേശ് ചെന്നിത്തലയെ ഇവിടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യമായി 27ാമത്തെ വയസ്സിൽ ഒരു മന്ത്രിയായി, ഗ്രാമവികസന വകുപ്പ് മന്ത്രി, എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ഇടപഴകാനും സാധിച്ചു. അത് കഴിഞ്ഞ് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എൻ്റെ ഏത് കാര്യത്തിനും, എൻ്റെ മകളുടെ കല്യാണത്തിന് തന്നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം KPC പ്രസിഡന്റാണ്. അദ്ദേഹം 2 KPC പ്രസിഡന്റുമാർ, തെന്നല ബാലകൃഷ്ണപിള്ള സാറും അതേപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള KPCC ഭാരവാഹികൾ എന്റെ വീട്ടിൽ വന്നു. കാര്യം അത് എന്നോട് കാണിച്ച ഒരു സ്നേഹമാണ്. അതാണ് എനിക്കിന്ന് അദ്ദേഹത്തോട് എനിക്കുള്ള ഒരു സന്തോഷം. ഞാൻ ഇന്ന് പോയപ്പോൾ അദ്ദേഹം ഇന്നലെ കോഴിക്കോട് പോയിട്ട് വീട്ടിൽ വന്ന് രാത്രി വന്ന് രാവിലെ ഈ സ്വാമി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതായത് പഴയ ആൾക്കാരെ പോലും, അതായത് ഏതൊക്കെ സ്ഥാനം അലങ്കരിക്കുമ്പോഴും, AICCയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോഴും അദ്ദേഹം തന്റെ കൂടെ പ്രവർത്തിച്ച പഴയ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവണത രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകതയാണെന്നാണ് എനിക്ക് സ്വാമിയുടെ ഭാഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയല്ലേ? ശരിയല്ലേ? അതായത് തിരക്കുണ്ടെങ്കിൽ ഇപ്പൊ ആഭ്യന്തര മന്ത്രിയായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പല സാധാരണക്കാരായ സീനിയർമാരായിട്ടുള്ള പ്രവർത്തകർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവരെ കൈകാട്ടി വിളിക്കുകയും ചേർത്ത് നിർത്തുകയും ഫോട്ടോയ്ക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകത രമേശ് ചെന്നിത്തലയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പലപ്പോഴും പല നേതാക്കന്മാരും ഒക്കെ വലിയ ആളുകളൊക്കെ ആയി മാറുമ്പോൾ താഴെ തട്ടിലുള്ള ആൾക്കാരെ, പ്രവർത്തകരെ കാണാൻ സ്വല്പം വിസമ്മതിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം തന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ മാത്രം ചേർത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ കേരള, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനാണ് രമേശ് ചെന്നിത്തല. കാരണം പഴയ കാലം തൊട്ട് താൻ KSU പ്രവർത്തനം ആരംഭിച്ച കാലം തൊട്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം ആരംഭിച്ച കാലം തൊട്ട് തന്റെ കൂടെ നിന്നവരെയൊക്കെ ഇന്നും അദ്ദേഹം ഓർത്തിരിക്കുന്നു. അത് ഏത് സ്ഥാനത്തെത്തിയാൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് സ്വാമി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യമല്ലേ അത്? തീർച്ചയായിട്ടും. പിന്നെ ഞാനിപ്പോ സ്വാമിയോട് പറഞ്ഞു ഓപ്പറേഷൻ കുബേരയുടെ കാര്യം. പക്ഷെ അതിലുപരി അദ്ദേഹം മറ്റൊരു സീറോ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ. ഈ മന്ത്രി ഇപ്പൊ 1 മാസമേ ആയിട്ടുള്ളൂ. അദ്ദേഹം കൊണ്ടുവന്ന ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ ഒരു പദ്ധതി. അത് ജനങ്ങൾ വളരെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് ഇതുപോലെ തന്നെ ഈ കൈക്കൂലിക്കും അഴിമതിക്കാർക്കും എതിരെയുള്ള സീറോ പ്രൊജക്ട് എന്ന് പറഞ്ഞ പദ്ധതി. കാരണം അഴിമതി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏത് സംവിധാനത്തിനും നമ്മുടെ പാർട്ടി ഓഫീസിലൊക്കെ അല്ല സെക്രട്ടേറിയറ്റിലൊക്കെ ചെല്ലുമ്പോൾ അല്ല ഗവൺമെന്റ് സംവിധാനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൈക്കൂലി മേടിക്കുക എന്നൊരു പ്രവണത ഏറെയാണ്. പക്ഷെ പലപ്പോഴും അത് പുറത്തറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അടിവേരറക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിരിക്കുന്ന ഈ സീറോ പ്രൊജക്ട്. അദ്ദേഹം സ്വാമി മനസ്സിലാക്കിയിരുന്നോ? ഇദ്ദേഹം കൊണ്ടുവന്നൊരു സംവിധാനമാണ് ഈ കുബേര പോലെ തന്നെ, ഓപ്പറേഷൻ തുഫാൻ പോലെ തന്നെ സീറോ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി. അറിഞ്ഞിരുന്നു അത്? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉള്ളതും കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് തന്നെയായിരിക്കാം ലീഡർ K കരുണാകരൻ ഇദ്ദേഹത്തെ 27ാമത്തെ വയസ്സിൽ മന്ത്രിയാക്കി കൊണ്ടുവന്നതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി കൊണ്ടുവരാൻ അദ്ദേഹം പ്രോത്സാഹനം നൽകുന്നതും ദേശീയ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരാനൊക്കെ പ്രോത്സാഹനം. ശരിക്കും പറഞ്ഞാൽ ലീഡർ K കരുണാകരന്റെ പ്രോഡക്റ്റ് ആണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. കാരണം രമേശ് ചെന്നിത്തലയുടെ കഴിവുകൾ ഏറ്റവും അധികം തിരിച്ചറിയുന്നത് K കരുണാകരനാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നോ ഇന്നലെ അല്ല, കേരളത്തിൽ ഏറ്റവും നല്ലൊരു മാർച്ച് കോൺഗ്രസ് പാർട്ടിയെ പറ്റി ഓർക്കുമ്പോൾ ഇവിടെ നടന്ന ഒരു കേരള വ്യാപകമായി നടന്ന ഒരു മാർച്ചിനെ പറ്റി പറയുമ്പോൾ രമേശ് ചെന്നിത്തല നേതൃത്വം നടന്ന ഒരു കേരള മാർച്ചിനെ പറ്റി ആയിരിക്കും ജനം പറയുക. ശരി, അതൊക്കെ ഓർക്കുന്നുണ്ട്? ആ കാലഘട്ടം ഓർക്കുന്നു? തീർച്ചയായിട്ടും. അത് എന്തായാലും അത് നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ ഇത്ര ആവേശത്തോടു കൂടി അദ്ദേഹത്തെ കാണുന്നു. അതായത് ഇപ്പം ആഭ്യന്തര മന്ത്രിസ്ഥാനത്തു നിന്നും വിജിലൻസ് ഒരു മന്ത്രിസ്ഥാനം താൻ ഏൽക്കുന്നില്ല എന്ന് ഇപ്രാവശ്യം രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ആഗ്രഹിച്ച മുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരുന്നു. പക്ഷേ VD സതീശന്
മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു പരിഗണന ഹൈക്കമാൻഡ് എടുത്തപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനായ ആ വ്യക്തി തന്നെയാണ് രമേശ് ചെന്നിത്തല. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തപ്പോൾ ആദ്യം അദ്ദേഹത്തിന് സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ചെറിയൊരു വിഷമം വന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ, അദ്ദേഹം ഇനി മന്ത്രിസ്ഥാനത്തിലേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് വേണമെന്ന് പറയുകയും അദ്ദേഹം താല്പര്യപ്രകാരം തന്നെയാണ് വിജിലൻസും ആഭ്യന്തര മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന് നൽകിയെന്നുമാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇത് വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. കാരണം തന്റെ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ വലിയ താല്പര്യം തന്നെയായിരുന്നു. കാരണം രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ അറിഞ്ഞ വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ അത് ഈ UDF മന്ത്രിസഭയ്ക്ക് ഒരു തിളക്കം ഉണ്ടാകുമെന്ന് വളരെ മുന്നേ തന്നെ തിരിച്ചറിഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട വകുപ്പുകൾ തന്നെ ആഭ്യന്തര മന്ത്രി സ്ഥാനവും ആഭ്യന്തരവും വിജിലൻസും കൊടുത്തുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആ സ്ഥാനം ഏൽപ്പിച്ചതും അതിനെ സംബന്ധിച്ചതും ഇപ്പം അത് ഏറ്റെടുത്തപ്പോൾ തൊട്ട് ഒരു മികച്ച പ്രവർത്തനം രമേശ് ചെന്നിത്തലയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആകണ്ട എന്ന് ചിന്തിച്ചവര് പോലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇല്ലേ? ശരിയല്ലേ? സത്യമല്ലേ? സത്യമാണ്. ഇപ്പം AK ആന്റണിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു. രമേശ് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു എന്ന് സ്വാമി എന്നോട് പറഞ്ഞു. പക്ഷെ രമേശ് ചെന്നിത്തല ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല മറ്റൊരു ധാർഗയാകുമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം രമേശ് ചെന്നിത്തല ഇവിടെ വന്നു, പാർലമെന്റ് ആദ്യം മാവേലിക്കരയിൽ നിന്നും ഒക്കെ കോട്ടയത്തു നിന്നും ഒക്കെ ജയിച്ച് MP ആയി പാർലമെന്റിൽ പോയി. അന്ന് രാജീവ് ഗാന്ധിയുടെ ഒക്കെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി നിന്നു. പക്ഷെ ഇന്ന് അതിനുശേഷം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലകൊള്ളാനാണ് താല്പര്യപ്പെട്ടത്. KPCC പ്രസിഡന്റ് ആയിട്ട് ഇവിടെ നിന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നു. അല്ലെങ്കിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനത്ത് AICCയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇതിനെക്കുറിച്ച് സ്വാമിക്കുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം അതിന് യോഗ്യനാണ്. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള അറിവുണ്ട്, പാണ്ഡിത്യമുണ്ട്. അദ്ദേഹത്തെ ഡൽഹിയിൽ AICC സെക്രട്ടറി ആയത് ഹിന്ദി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അറിയത്തക്ക ഒരാള് വേണം എന്ന് കണ്ടുകൊണ്ടാണ്. വടക്കൻ ജില്ലയിൽ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് ചാർജ് കൊടുത്തപ്പോഴും അദ്ദേഹം അത് വളരെ കാര്യമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അവിടുത്തെ മന്ത്രിസഭ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്ത ഒരു ഏക വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കാര്യം കർണാടകയിൽ പോയി VK ശിവകുമാറിനെ കാണുകയും അതേപോലെ അദ്ദേഹത്തോട് അവിടെ മന്ത്രിസഭയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും പാർട്ടി സംവിധാനം ഉണ്ടാക്കിയത് എല്ലാം രമേശ് ചെന്നിത്തലയാണ്. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള അത്രത്തോളം കഴിവ് ഉണ്ട് അദ്ദേഹത്തിന്. അല്ല, അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നപ്പോൾ ഒരുപാട് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മമതാ ബാനർജിയൊക്കെ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. രമേശ് ചെന്നിത്തല ദേശീയ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ. മമതയൊക്കെ വളർന്നു വന്നതൊക്കെ ആ കാലഘട്ടത്താണ്. ഒപ്പം തന്നെ KC വേണുഗോപാലിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ ഒരു കൈ ഉണ്ടെന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കർണാടകന്റെ ഒരു കൈ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ KC വേണുഗോപാലിന് രമേശിന്റെ ഒരു കൈ ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നതല്ല. വി ഡി സതീശനും ഉണ്ട്. കാരണം ഇവരൊക്കെ വഴി നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല. അത് വി ഡി സതീശൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചത്. വി ഡി സതീശൻ എന്തായാലും രമേശ് ചെന്നിത്തലയെ പറ്റി പറയുമ്പോൾ ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ പോലും അവർ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ കാരണം അവരുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു എന്ന് സംശയിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. കാരണം 10ഉം 15ഉം 12ഉം ഒക്കെ വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ലഹരിക്ക് അടിമപ്പെട്ട് വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നടമാടുകയായിരുന്നു. ഇപ്പൊ സിനിമാ സെറ്റിൽ പോലും അതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരവാനിൽ കയറി പോയി പോലും അതിന്റെ സ്ക്വാഡുകാര് ആ ഉത്തരവാദിത്തപ്പെട്ടവരെ പിടിച്ച് അകത്തിടുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കേരളീയ ജനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ഒക്കെ രമേശ് ചെന്നിത്തല ഇപ്പൊ വാഴ്ത്തുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ മന്ത്രിസഭയ്ക്ക് ഒരു മികച്ച ഒരു മുതൽക്കൂട്ടാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ ഇന്ന് AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഇരിക്കേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും ഒരു നല്ലൊരു മന്ത്രി. ഇപ്പൊ എന്നോട് ചോദിച്ചു വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയാണ്. തീർച്ചയായിട്ടും നിഷേധിക്കാതെ ഞാൻ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരും പറയുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും.